ജാതി സിനിമ ആവശ്യമില്ല എന്ന് മേനോൻ എന്നൊരു വാക്കും വെച്ചിട്ട് ഒരു വാലും വെച്ചിട്ട് പറയാന്ന് വെച്ചാൽ അദ്ദേഹം പണി ചെയ്യാൻ യോഗ്യനാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം പണി നിർത്തിപ്പോണം. അയാൾ കലാകാരൻ പോലും പറയാൻ അർഹനായ ഒരു മനുഷ്യനല്ല. ജാതി സിനിമ ഇവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ആമ്പിള്ളേർ ഇഷ്ടം പോലെ ജാതി സിനിമ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അവർ ശക്തമായി പറയുന്നുണ്ട്. അതെങ്കിലും കണ്ട് അദ്ദേഹം പഠിക്കണ്ട. ജാതി പറയുന്ന സിനിമകൾ ആവശ്യമില്ല എന്നും ഇന്ന് അത്തരം വേർതിരിവുകൾ ഇല്ല എന്നും പേരിനൊപ്പമുള്ള മേനോൻ ഒരിക്കലും ജാതി പേരായി കണ്ടിട്ടില്ല. വളരെ നിഷ്കളങ്കാണ്. തക്കുടു എന്നൊക്കെ വിളിക്കാൻ നമുക്ക് തോന്നും. അപ്പോൾ പേരിനൊപ്പമുള്ള മേനോൻ ഒരിക്കലും ജാതി പേരായി കണ്ടിട്ടില്ല. ജാതിയും മതവും പ്രോത്സാഹിപ്പിക്കാനേ പോകുന്നില്ല എന്നാണ് ഗൗതം വാസുദേവൻ മേനോൻ പറയുന്നത്. എന്താണ് പിന്നെ ഈ മേനോൻ പറയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇദ്ദേഹം തമിഴ്നാട്ടിലുള്ള ആളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏലിയനൊന്നും അല്ലെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള ജീവിച്ച് വളർന്ന ഒരാളാണെന്നാണ് വിചാരിക്കുന്നത്. ഈ സിനിമയെന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു വിനോദിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു സാധനമല്ല. സിനിമയും സാഹിത്യവും ഒന്നും നമ്മളങ്ങനെ ഒരാളെ വിനോദിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യം. അതവരെ നമ്മളൊരു കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ ഒരു ജനതയെ സോഷ്യലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, എസ്തറ്റിക്കലായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആർട്ടിസ്റ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ കൂടി അതിൻ്റെ ഒരു ധർമ്മമാണ്. അങ്ങനെ ഒരു ധർമ്മം കൂടി ചെയ്യുന്ന ആളുകളാണ് കലാകാരന്മാർ. അത് സിനിമയിലായാലും എഴുത്തിലായാലും ഒക്കെ. അങ്ങനെ ഇടപെടുന്ന ഒരാൾ ജാതി സിനിമ ആവശ്യമില്ല എന്ന് മേനോൻ എന്നൊരു വാക്കും വെച്ചിട്ട് ഒരു വാലും വെച്ചിട്ട് പറയാന്ന് വെച്ചാൽ അദ്ദേഹം പണി ചെയ്യാൻ യോഗ്യനാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. കലാകാരനെ വിളിക്കാൻ യോഗ്യനാണോ എന്നുള്ളത്. കാര്യം അത്രമാത്രം സാമൂഹികമായ അജ്ഞതയുള്ളൊരു മനുഷ്യൻ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി അറിയാതെ സ്വന്തം പേരിനോടൊപ്പമുള്ള വാല് ഒരു ജാതി മൂലധനമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ അത്രമാത്രം നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ജനതയെ ആസ്വദിപ്പിക്കാനായിട്ട് സിനിമകൾ ചെയ്യാൻ പറ്റുക? അദ്ദേഹം പണി നിർത്തിപ്പോണം. അയാൾ കലാകാരൻ പോലും പറയാൻ അർഹനായ ഒരു മനുഷ്യനല്ല. അതല്ലെങ്കിൽ ഈ മേനോൻ എന്നൊരു വാലുകൂടി വെച്ചിട്ടാണ് ജാതി രാഷ്ട്രീയം സിനിമ പറയേണ്ടതെന്ന് പറയുന്നത്. ജാതി സിനിമ ഇവിടെ പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, തമിഴ്നാട്ടിൽ ആമ്പിള്ളേർ ഇഷ്ടം പോലെ ജാതി സിനിമ ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടം പോലെ അവർ ശക്തമായി പറയുന്നുണ്ട്. അതെങ്കിലും കണ്ട് അദ്ദേഹം പഠിക്കണ്ടേ. അദ്ദേഹത്തിനൊക്കെ ജൂനിയറായിട്ടുള്ള വെട്രിമാറിനെ പോലെയുള്ള സംവിധായകരെ, പാരഞ്ജിത്തിനെ പോലെയുള്ള സംവിധായകരൊക്കെ ഇതിനെക്കാട്ടിൽ വൃത്തിയായി ഗംഭീരമായി സിനിമകൾ ഉണ്ടാക്കുമ്പോഴാണ് അദ്ദേഹം ഇവിടെയൊക്കെയുള്ള ഇവിടെ മലയാളത്തിൽ വന്നൊരു സിനിമ ചെയ്ത് ഇവിടുത്തെ സവർണ സിനിമക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് മേനോൻ എന്നൊരു ജാതിയെ അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ കൂടെ ചുമ്മാ തമാശയ്ക്ക് കൊണ്ടു നടക്കുന്നതാണ്, ഇവിടെ ജാതി സിനിമയുടെ ആവശ്യമേ ഇല്ല എന്നൊക്കെ പറയുന്നത്. ഏത് ലോകത്തുനിന്ന് പൊട്ടി വീഴുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരാളുടെ പ്രശ്നം മാത്രമല്ല. ഇങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. നമ്മുടെ മലയാള സിനിമയിലുള്ള ആളുകൾ തന്നെ അവരുടെ ജാതിവാലിൻ്റെ കൂടെ മേനോനൊക്കെ ചേർത്തിട്ട് അയ്യോ ഇതൊന്നും ഒരു ജാതിയല്ല, ഇതൊക്കെ ഞങ്ങൾ ജനിച്ചപ്പോൾ കിട്ടിയൊരു സാധനമാണ്, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ ജാതി ആൾക്കാരല്ല. മുമ്പ് സനേട്ടൻ പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ വളരെ സെക്യുലറാണ്. എന്നിട്ട് ഇപ്പുറത്ത് എഴുതുന്നിടത്തൊക്കെ ഈ മേനോനും വാര്യരും ഒക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ ഇവരൊന്നും എനിക്ക് തോന്നുന്നില്ല സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കലാപരമായി പ്രവർത്തിക്കാൻ അർഹതയുള്ള മനുഷ്യന്മാരാണോ എന്നുള്ള അവരുടെ ഒരു അജ്ഞതയെ തന്നെയാണ് അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു എന്താ പറയുക, ഈ പറയുന്ന പോലെ ഇത് ചെയ്യാൻ ഞങ്ങൾ യോഗ്യരല്ല എന്നവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലത്.